ഹലോ, ഇന്ന് നമുക്കൊരു ഫിഷ് ബിരിയാണി ഉണ്ടാക്കിയാലോ? അപ്പോൾ ഇതാ കിങ് ഫിഷാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് കശ്മീരി ചില്ലി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി ഇതെല്ലാം കൂടി ഇട്ട് 15 മിനിറ്റ് മാരിനേറ്റ് ചെയ്തിട്ടൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് വേറൊരു പാൻ എടുത്തിട്ട് ഈ ഫ്രൈ ചെയ്ത് ഓയിൽ ഒഴിക്കുക, കുറച്ച് സവോള ഇടുക. ആ സവോളയൊക്കെ ഒന്ന് നന്നായിട്ട് സോട്ട് ചെയ്യുക. അതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചത്, പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴിച്ചെടുക്കാം. അതിനുശേഷം ഒരു വലിയ തക്കാളി കട്ട് ചെയ്തതും കൂടി ഇട്ട് നമുക്കൊന്ന് സോട്ട് ചെയ്യാം. സോട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ആവശ്യത്തിന് മല്ലിയില, പുതിനയില ഇതും കൂടി ഇടുക. ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് ഒന്ന് മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ ആ തക്കാളിയെല്ലാം ഏകദേശം വെന്ത് കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് തൈരും കൂടി ഇടുന്നുണ്ട്. തൈരും കൂടി ഇട്ട് വഴറ്റി കഴിയുമ്പോഴത്തേക്കും നമുക്ക് പൊടി ഐറ്റംസ് ഇടാം. അപ്പോൾ ഞാനിവിടെ ഇടുന്ന ഫിഷ് മസാലയുണ്ട്, കശ്മീരി ചില്ലി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഗരം മസാല, പിന്നെ കുറച്ച് ബിരിയാണി മസാല ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തിരിക്കുന്ന ഫിഷും കൂടി ഇതിലേക്ക് ഇടാം. ഇനി നമുക്ക് വേറൊരു പാത്രം വെച്ച് അത് ചൂടായി കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് നെയ്യ് ഒഴിക്കുക, ഹോൾ ഗരം മസാല ഇടുക, ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. ഇനി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അരിയും കൂടി ഇടുക. നന്നായിട്ടൊന്ന് തിളച്ച് ഒരു 80% കുക്കായി വരുമ്പോഴത്തേക്ക് മസാലയിലേക്ക് അത് കോരിയിടുക. ഇനി അതിലേക്ക് കിസ്മിസ്, കാഷ്നട്ട് അങ്ങനത്തെ സാധനങ്ങളെല്ലാം ഇടുക. ആവശ്യത്തിന് നെയ്യ് ഒഴിക്കുക. ഒരു അലുമിനിയം ഫോയിൽ വെച്ചിട്ട് ഞാനൊന്ന് ഒരു 15 മിനിറ്റ് ദം ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അത് അടിപൊളി ഫിഷ് ബിരിയാണി റെഡിയായി. അപ്പോൾ ഇത് മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക.